ഹലോ, അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ മലയാളം കേരള പാഠാവലിയുടെ ആൻസറാണ് നോക്കുന്നത്. ബാക്കി എല്ലാ ആൻസറും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ നോക്കിയാൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വായിക്കാം, കണ്ടെത്താം, അതാണ് പ്രവർത്തനം 1. ഈ കവിത എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അപ്പം ആൻസർ ഞാൻ പറയാം. ആരാണ് കുഴലൂതിയിടുന്നത്? കൃഷ്ണനാണ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാനം കേട്ട് ഉറക്കമില്ലാതാകുന്നത് ആർക്ക്? ഭൂമിക്ക്. മൂന്നാമത്തെ ചോദ്യം, കരിങ്കുഴലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? കറുത്ത മുടിക്കെട്ട്. നാലാമത്തെ ചോദ്യം, മാറ്റിൽ കൊണ്ടിടുന്ന ഗാനത്തെ ഓരോ വീട്ടിലും എത്തിക്കുന്നത് ആര്? കാറ്റാണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, വേണുഗാനം കേൾക്കുന്ന യമുനയുടെ അവസ്ഥ എന്തായിരുന്നു? യമുനയുടെ ഒഴുക്ക് നിലയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനെ അടിയിൽ വര ഇട്ടിട്ടുണ്ടല്ലോ, കണ്ടോ നിങ്ങൾ? അടിവര ഇട്ടതാണ് ആൻസർ. ഓക്കെ, അടുത്തതൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ ഒരു പാട്ട് എന്നൊരു കവിത നമുക്ക് തന്നിട്ടുണ്ട്, എ ജയകൃഷ്ണൻ്റെ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആസ്വാദനം തയ്യാറാക്കുമ്പം ആദ്യം കവി പരിചയം വേണം, കവിത പരിചയപ്പെടുത്തണം, പിന്നീട് അതിൻ്റെ ആശയം എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് ഉത്തരം നോക്കിയാലോ? ഓക്കെ, ആൻസർ എഴുതിക്കൊള്ളുക. എ ജയകൃഷ്ണൻ്റെ മനോഹരമായ ഒരു പാട്ട് എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ കവിതയിൽ ഒരു പക്ഷി വളരെ മനോഹരമായി പാട്ട് പാടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ പാട്ടിൽ ലയിച്ചിരിക്കുന്ന കവിയുടെ സംശയങ്ങളും വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ കവിതയിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വരി കാട്ടിനുള്ളിൽ കേൾക്കും ചോല ചിരിക്കണ പോലെ തന്നെ എന്നതാണ്. ഈ വരികൾ പക്ഷിയുടെ പാട്ടിൻ്റെ മാധുര്യം കൂട്ടുന്നു. ഊരും പേരും അറിയാത്ത പക്ഷിയുടെ പാട്ടിൽ ലയിച്ചിരിക്കുന്ന കവിയെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി എഴുതി ചേർക്കാം. കേട്ടല്ലോ? അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബി ക്വസ്റ്റ്യൻ നോക്കാം. ജീവനുള്ള പാട്ട് എന്ന കവിത എഴുതിയത് ആരാണ്? ജി കുമാരപിള്ളയാണ് കേട്ടോ. അടുത്ത പ്രവർത്തനം 3, കഥാപാത്ര നിരൂപണമാണ്. ലക്ഷ്മിയുടെയാണ് അല്ലേ? ലക്ഷ്മിയെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ലക്ഷ്മിയുടെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളെ ആകർഷിച്ചത്? സ്വന്തം നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നമുക്ക് ഉത്തരം നോക്കാം. അപ്പോൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവർ നമ്മുടെ പേരെഴുതി ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ലക്ഷ്മി. പി കേശവദേവ് രചിച്ച ഓടയിൽ നിന്ന് എന്ന കഥയിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ് ലക്ഷ്മി എന്ന പെൺകുട്ടി. വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് ലക്ഷ്മി വരുന്നത്. കഥയിൽ പപ്പുവിൻ്റെ എന്തെങ്കിലും കഴിച്ചോ എന്ന ചോദ്യത്തിന് വളരെ നിഷ്കളങ്കമായി അവൾ ഉത്തരം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ കൂടെ നിൽക്കുന്നവരോട് ഒരുപാട് സ്നേഹം കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണവൾ. അതുപോലെ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം കൂടി ലക്ഷ്മിക്ക് ഉണ്ട്. കൂടാതെ മുതിർന്നവരെ പേടിയും ബഹുമാനവും ലക്ഷ്മിക്കുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. വഴിയാത്രക്കാർ എന്നർത്ഥം വരുന്ന പദം പാന്തറാണ് കേട്ടോ. പാന്തർ. അടുത്ത പ്രവർത്തനം നോക്കാം. വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ചുറ്റിലും തണലേകുവാൻ വൃക്ഷമേൽക്കുന്നു വെയിൽ. നല്ലത് ചെയ്യുവാൻ എത്ര സന്ദർഭമീ ലോകത്തിൽ. നന്മ തോന്നിയിടുവാൻ മനം, നന്മ ചെയ്യുവാനുടൽ. നന്മകൾ നട്ടുകൊയ്യുവാൻ കേദാരം സ്വജീവിതം. കവിത വായിച്ചല്ലോ. പാട്ടിൻ്റെ പാലാഴിയിലെ കുഞ്ഞു മുഹമ്മദിൻ്റെ പ്രവൃത്തികൾ കൂടി വിലയിരുത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. എഴുതിക്കോളൂ. ഈ കവിതയും പാട്ടിൻ്റെ പാലാഴിയിലെ കുഞ്ഞു മുഹമ്മദിനും ഒരുപാട് സാമ്യതകളുണ്ട്. ഈ കവിതയിൽ ചുറ്റിലുമുള്ളവയ്ക്ക് തണലേകാൻ മരങ്ങൾ വെയിലേൽക്കുന്നതായി പറയുന്നു. അതുപോലെ തന്നെയാണ് കുഞ്ഞു മുഹമ്മദും തൻ്റെ ചുറ്റിലും നിൽക്കുന്നവർക്കായി അയാൾ കഷ്ടപ്പെടുന്നു. അതിൽ അയാൾ ആനന്ദം കണ്ടെത്തുന്നു. അതുപോലെ തന്നെ കവിതയിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. കുഞ്ഞു മുഹമ്മദും തനിക്ക് ചെയ്യാൻ കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. തൻ്റെ ചുറ്റിലുമുള്ളവരെ ഉയരങ്ങളിലെത്താൻ അയാൾ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സാബിർ ബാബുവിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി വളർത്തിയതും ബാബുവിനും അബ്ദുൽ ഖാദറിനും സംഗീതവേദികൾ സംഘടിപ്പിച്ചു കൊടുത്തതെല്ലാം അതിനുദാഹരണങ്ങളാണ് അല്ലേ? അപ്പോൾ ഇത്രയാണ്
അതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. ലെസ്ലി പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കോഴിക്കോട് അബ്ദുൽ ഖാദർ. ഓക്കെ. ഇനി പ്രവർത്തനം 5 നോട്ടീസ് തയ്യാറാക്കാനാണ്. ഓടയിൽ നിന്ന് എന്ന കൃതിയുടെ ചലച്ചിത്ര പ്രദർശനം നിങ്ങളുടെ സ്കൂളിൽ വെച്ച് നടത്തുന്നു. വിദ്യാരംഗം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് നാട്ടുകാരെയും രക്ഷിതാക്കളെയും ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് തയ്യാറാക്കൂ. കാര്യപരിപാടികളുടെ വിശദീകരണം ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ നോട്ടീസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ഹെഡിങ് വേണം, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത് അതിൻ്റെ സമയം എല്ലാം വേണം അല്ലേ? ഓക്കെ. പിന്നീട് അതൊരു ബോക്സിലാക്കണം. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഞാനിവിടെ ഒരു ബോർഡർ കൊടുത്തിട്ട് GGUP സ്കൂൾ നല്ലൂരിന് കൊടുത്തിട്ടുണ്ട്. ചലച്ചിത്ര പ്രദർശനം. എന്നിട്ട് താഴെ ഓടയിൽ നിന്ന്. പ്രിയമുള്ളവരെ, ഈ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഓടയിൽ നിന്ന് എന്ന ചലച്ചിത്രം പ്രദർശിപ്പിക്കുവാൻ GGUP സ്കൂൾ വിദ്യാരംഗം ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്ന വിവരം താങ്കളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഉദ്ഘാടനം ബാലതാരം അനു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ വാർഡ് മെമ്പറെ വിളിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ വിളിക്കാം. അങ്ങനെ. സമയം 3 മണി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താങ്കളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് സെക്രട്ടറി വിദ്യാരംഗം ക്ലബ്ബ്. ഒരു ബോർഡർ ചെയ്യണം കേട്ടോ, ബോക്സിലാക്കണേ. അത്രയേ ഉള്ളൂ നോട്ടീസ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കൂളിൻ്റെ പേരൊക്കെ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം കേട്ടോ. അടുത്ത പ്രവർത്തനം അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ശുദ്ധജലം നിറഞ്ഞ നദികളും തടാകങ്ങളുമുള്ള മനോഹരമായ ഇന്ദ്രപ്രസ്ഥത്തെ നമ്മൾ പരിചയപ്പെട്ടു. താഴെ കൊടുത്ത കവിതാഭാഗം വായിക്കൂ. ദൂരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു. ദൂരമല്ല കേട്ടോ, ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മുരുകൻ കാട്ടാക്കടയുടെ ഒരു നല്ലൊരു കവിതയാണ് കേട്ടോ. ഭൂമി മാറുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ. ഓക്കെ, നമുക്ക് നോക്കിയാലോ ആൻസർ. നിങ്ങൾക്കൊരു ഹെഡിങ് ഒക്കെ കൊടുക്കാം കേട്ടോ. മനുഷ്യൻ്റെ അമിത ചൂഷണം മൂലം നശിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതിയെക്കുറിച്ചാണ് മുരുകൻ കാട്ടാക്കട എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ്റെ പ്രകൃതിക്ക് നേരെയുള്ള നീച പ്രവൃത്തിയെ വളരെ ശക്തമായ ഭാഷയിൽ കവി അവതരിപ്പിച്ചിരിക്കുന്നു. നീചപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദുഷ്ടപ്രവൃത്തിയാണ് കേട്ടോ, അല്ലെങ്കിൽ ചീത്ത പ്രവൃത്തി. സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി പുഴയെ മലിനമാക്കിയും മരം വെട്ടിയും വയൽ നികത്തിയും മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതായത് ആ വരി നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയെന്നും എഴുതാം കേട്ടോ. സ്വന്തം ഇഷ്ടത്തിനെന്നുള്ളത് വേണമെങ്കിൽ മാറ്റിയിട്ട് സ്വാർത്ഥ താല്പര്യത്തിനെന്നും എഴുതാം. എന്നാൽ കുറച്ച് കാലങ്ങളായി പ്രകൃതിയും മനുഷ്യന് നേരെ തിരിച്ചടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2018 പ്രളയവും പിന്നീട് ഉണ്ടായ ഉരുൾപൊട്ടലുകളും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. നാം മാറുന്നതിനനുസരിച്ച് പ്രകൃതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന എല്ലാ പോയിൻറ്റും ചേർത്തിട്ട് അത് എഴുതി പൂർത്തീകരിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ എല്ലാ ആൻസർ കീയും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പോയി കാണുക കേട്ടോ. ഓക്കെ, ബൈ.